ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒരു 2 ഡേയ്സ് ബാക്ക് എൻ്റെ ക്ലിനിക്കിൽ ഒരു കുട്ടി വന്നിരുന്നു. ഭയങ്കര വയറുവേദനയും ഛർദിലും അങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, കുട്ടി കൂടുതലായിട്ട് ബേക്കറി ഐറ്റം കഴിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ്സ് ഒരു ഫുള്ള് കഴിക്കുന്നുണ്ട്, വന്ന ഉടനെ വിശപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്, ഒരു ഒരു പ്രോട്ടീനോ ഹെൽത്ത് ആയിട്ടുള്ള ഒരു ലഡ്ഡു ഉണ്ടാക്കിയാൽ എങ്ങനെ? ഈ ലഡ്ഡുയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോട്ടീൻസ് ഉണ്ട്, നട്ട്സും കാര്യങ്ങളും മധുരം ടേസ്റ്റും എല്ലാം ഉണ്ട്, ഹെൽത്തിയുമാണ്. പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാണെങ്കിൽ നമുക്ക് നല്ല കുറച്ച് വെള്ളം കുടിച്ചെങ്കിൽ നമുക്ക് വയറ് നിറയും, അങ്ങനെ വിശക്കൂല, പെട്ടെന്ന് വിശക്കൂല. അപ്പോൾ ഡെയിലി ഒരു ലഡ്ഡു ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, ടേസ്റ്റിയും ഹെൽത്തിയും പുറമേലത്തെ ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലാത്തതും ഷുഗറോ വെല്ലോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലഡ്ഡു ഉണ്ടാക്കേണ്ട റെസിപ്പി ഞാനിപ്പം കാണിച്ചു തരാം, വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ മോന് എൻ്റെ കൂടെ വന്നിട്ട് സഹായിച്ചു. ഇതെൻ്റെ മോനാണ്, എൻ്റെ പേര് ആരുഷ്, 6th സ്റ്റാൻഡേർഡ് ആണ്. സേ ഹായ്. ഹായ്. ഇവന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ ഈ ഒരു എന്താ പറയുക, കിച്ചണിലൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കൂടെ ഒന്ന് വന്നിട്ട് സഹായിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? ഇപ്പോൾ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർക്കെല്ലാം ഓരോന്ന് അറിയണം അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എന്താണ് ഇതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ ഒരു ലൈഫിൽ നല്ലൊരു രീതിയിൽ അവർ കൊണ്ടുപോകാൻ പറ്റും. ആ കുട്ടികൾക്ക് ആ ഒരു നമ്മൾ കാഴ്ചയിൽ കാണിക്കുമ്പം അവരുടെ ബ്രെയിനിൽ ശരിക്കും അത് പ്രിൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ലഡ്ഡു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലുണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? സൂപ്പർ ആയിരുന്നില്ലേ? യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ബദാം, ഇതൊരു 100 ഗ്രാം. ഇത് കടലമാവാണ്, 100 ഗ്രാം. ഇത് ഈത്തപ്പഴം ഒരു ബൗളിൽ, അതിൻ്റെ കുരു കളഞ്ഞത്. 100 ഗ്രാം പംകിൻ സീഡ്സ്, 100 ഗ്രാം സൺഫ്ലവർ സീഡ്സ്. പിസ്ത 100 ഗ്രാമാണ് എടുത്തത്, അതിൻ്റെ തോട് പോയപ്പോൾ നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. ഉണക്കമുന്തിരിക്ക 100 ഗ്രാം. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വറക്കണം, ഓരോന്നും വറക്കണം സെപ്പറേറ്റായിട്ട്. ഓരോന്നും ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാ നട്ട്സും സീഡ്സും ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്യാം. ഇത് ചിയ സീഡ്സ് ആണ്, ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പം ഒന്ന് തോന്നി ചിയ സീഡ്സ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ നമുക്കൊന്ന് ഇട്ടെങ്കിൽ ഇതിൽ നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഒബേസിറ്റി ഉള്ളവർക്കും ഡയബറ്റീസ്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഇതാണ് ചിയ സീഡ്സ്. സോ ഇത് ഓപ്ഷണലാണ്. ഓക്കെ. ഇനി എല്ലാ നട്ട്സൊക്കെ ഫ്രൈ ചെയ്തു. നമുക്ക് ഇതിൽ ഒരു 4 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കടലമാവ് ഫ്രൈ ചെയ്യാനാണ്. കടലമാവ് നമുക്ക് ഫ്രൈ ചെയ്യാം. നെയ്യിൽ വറുക്കുമ്പോൾ നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതുപോലെ നല്ല ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ നട്ട്സ് എല്ലാം ഫ്രൈ ആയി കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്കിന്ന് ജാറിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ നട്ട്സൊക്കെ ക്രഷ് ആയിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ടല്ല, ജസ്റ്റ് കോഴ്സ് പൗഡറായിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. അത് നമുക്കിനി ഉണക്കമുന്തിരിങ്ങ അരയ്ക്കാം. മുന്തിരിങ്ങ നമുക്ക് ബൗളിൽ മാറ്റാം. നമ്മുടെ ഡേറ്റ്സ് ഉണ്ട്, ഡേറ്റ്സും കൂടി നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഡേറ്റ്സ് നല്ല രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം നോ ആഡഡ് അതർ ഷുഗർ അങ്ങനൊന്നുമില്ല അല്ലേ? നാച്ചുറലായിട്ടുള്ള മധുരങ്ങളാണ്, സ്വീറ്റ്നറാണ്. സോ അത്ര ഹെൽത്തിയാണത്. കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒരുമിച്ച് നമുക്ക് നല്ല മിക്സ് ചെയ്യണം. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലോ ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമുക്കതിന് ചെയ്യാം.
ഇതുപോലെ നമുക്ക് ഉണ്ട കിട്ടുന്നുണ്ട് അല്ലേ, നല്ല കളർഫുൾ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ലഡ്ഡൂസ്, നമ്മുടെ ഹെൽത്തി സ്നാക്കോ ഹെൽത്തി ലഡ്ഡു എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, നട്ട്സ് ലഡ്ഡു എന്നോ, ഇതൊക്കെ തയ്യാറായിട്ടുണ്ട്. ഒരു 50 ലഡ്ഡു എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടത്. ഓക്കെ, സോ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. എന്തായാലും വീട്ടിൽ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.